ഹലോ. ഒരു കല്യാണ വീഡിയോയുടെ പാർട്ട് 1 വിട്ടിട്ട് പാർട്ട് 2 വരും എന്നും പറഞ്ഞ് ഈ പെണ്ണ് ഇതെവിടെ പോയി എന്നായിരിക്കും നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കുന്നത്. പെണ്ണ് ഒരു ട്രിപ്പ് പോയതായിരുന്നു, അതിൻ്റെ ഇടയിൽ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ലേറ്റ് ആയത്. അപ്പം ഞാൻ ലേറ്റ് ആക്കുന്നില്ല, നമ്മളെ വെഡ്ഡിങ് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ റിസപ്ഷൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു റിസപ്ഷൻ വീഡിയോ ഞാൻ പാർട്ട് 2 ആക്കി ഇറക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റിസപ്ഷനിൽ പോയപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തു ഇവിടെ എന്തൊക്കെയോ കാണിക്കാൻ എന്തുണ്ടെങ്കിൽ അത് നിങ്ങളെയും കൂടെ കാണിക്കണം. അതാണല്ലോ നമ്മളെ പോളിസി. കാരണം നമ്മൾ സാധാരണ റിസപ്ഷന് പോയി ചെക്കനെയും പെണ്ണിയും കണ്ട് കയ്യും കൊടുത്ത് ഫോട്ടോ എടുത്ത് ഫുഡും കഴിച്ച് തിരിച്ച് വരുന്ന പോലെയല്ല എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് ഇവിടെ അറേഞ്ച്മെൻറ്റ്സും ഡെക്കറേഷനും എല്ലാം വെച്ചിട്ട് ഈവൻ ബ്രൈഡ് ഗ്രൂമിനെ തന്നെ കാണിക്കാൻ തോന്നുന്ന അത്രയും നല്ലൊരു രസത്തിലായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. ആൻഡ് ദസ് എ ഡിസ്ക്ലെയിമർ, ഈ വീഡിയോ ഞാൻ പ്യോർലി റിസപ്ഷനെ പറ്റിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ വേറെ ഒന്നുമില്ല, ബോറിംഗ് വീഡിയോ ആണെന്നൊന്നും പറഞ്ഞ് ആരുടെ അടുത്ത് വരരുത്. ബിക്കോസ് ഇതിൽ അത്രയേ പറയാൻ പറ്റുള്ളൂ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ ബാക്ക് ടു ദ വീഡിയോ. നമുക്ക് ഈ റിസപ്ഷന് വന്നപ്പോൾ തന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ സ്റ്റാർട്ടേഴ്സും ഈവൻ ഡ്രിങ്ക്സും അങ്ങനത്തെ കുറേ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായി. ആൻഡ് ഹിയർ കംസ് ദ ബ്രൈഡ് ആൻഡ് ഗ്രൂം. ഞാൻ കല്യാണ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ ഇവരുടെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫറായി പോയ ഒരു ഫീലാണ് എനിക്ക് ഇവിടെയും കിട്ടിയത്. ബിക്കോസ് ഞാൻ അൺഇൻറ്റൻഷനലി ഇവരുടെ വീഡിയോ അങ്ങ് എടുത്തു പോകുമായിരുന്നു. കാരണം വീഡിയോ ക്ലിപ്പിന് വേണ്ടി എടുത്തതാണെങ്കിലും ഇവർ ആ ബ്യൂട്ടിഫുള്ളായിട്ട് നടന്നു വരുന്ന നമ്മൾ അതുൽ ആൻഡ് മിഥുനെ കാണുമ്പം ആ ഫയർ വർക്ക്സ് എല്ലാം കോംപ്ലിമെൻ്ററി ആയിട്ട് അവർക്ക് ആഡ് ഓൺ ആയി നിൽക്കുന്ന ആ ഒരു സംഭവത്തിൽ ഞാൻ അങ്ങ് പിന്നാലെ പോയി എടുത്തുപോയി. ഇനി അതുമാത്രമല്ല, ഈ ഒരു ഫംഗ്ഷനിൽ നമ്മൾ ഓം ശാന്തിയോമിലെല്ലാം സെലിബ്രിറ്റീസ് റാമ്പിൽ നടന്നു വരുന്ന പോലെയായിരുന്നു നമ്മളെ അതുലിൻ്റെയും ഇതിൻ്റെയും ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. അങ്ങനെ അവരെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞാൽ ഇനി നമ്മളെ പരിപാടി എന്ത്? ഫോട്ടോ എടുക്കണം, ഫുഡ് കഴിക്കണം, വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞല്ലേ 2 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പം ഇന്നെങ്കിലും വീട്ടിൽ കയറണം. കണ്ണൂർ ടു കോഴിക്കോട് ഞങ്ങൾക്ക് നൈറ്റ് ഒരു ട്രാവൽ ഉണ്ട്. അപ്പോൾ എന്തായാലും ട്രാഫിക് എല്ലാം കുറഞ്ഞൊരു സമയം നോക്കി തന്നെ ഇറങ്ങാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അധികം ലേറ്റ് ആക്കാതെ ഞങ്ങൾ ഫോട്ടോ എല്ലാം എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഫോട്ടോ എടുക്കാൻ പോയി ഞങ്ങൾ കുറച്ച് സെൽഫി വീഡിയോ എല്ലാവരും ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ എടുക്കാമെന്ന് വെച്ചപ്പോൾ അവരുടെ ക്യാമറ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ കഷ്ടപ്പെടുന്ന മക്കളെ ഞാൻ തന്നെ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ക്ലിപ്പും ഫ്രീ ആയി കിട്ടി. ഞങ്ങൾ ഈ പരിപാടിയും തീർത്തിട്ട് ഞങ്ങൾ നേരെ ഫുഡിങ് സെക്ഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഫുഡിങ് സെക്ഷനിലെത്തിയപ്പം ഐ ബിക്കം ഇൻ ആൻ അങ്കിളപ്പ്. വൈ? ബിക്കോസ് അവിടെ കുറേ സെക്ഷൻസ് ഉണ്ടായി. കുഞ്ഞു വയറാണെങ്കിലും എല്ലാം കുത്തിക്കയറ്റണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഒന്നും വിടാതെ ഞാൻ ഫുള്ളായിട്ട് എൻ്റെ പ്ലേറ്റ് നിറയുന്ന അത്രയും വരെ ഞാൻ സാധനങ്ങളെടുത്തു. ഇത് മുഴുവൻ കഴിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കില്ലായിരുന്നു. എന്നാലും നമ്മളൊന്നും വിടാൻ പാടില്ലല്ലോ. അവസാനം ലേറ്റർ ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യരുതല്ലോ, അയ്യോ ഞാനത് എടുത്തില്ല എന്നുള്ളത്. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഞാനത് മുഴുവൻ കഴിച്ചില്ല. അത് മുഴുവൻ കഴിച്ച് വയറ് ഫുള്ളാക്കിയ ഡെസേർട്ട് ആര് കഴിക്കും? ഞാൻ തന്നെ കഴിക്കണ്ടേ? അത് മിസ്സാക്കാൻ ഞാൻ റെഡിയല്ല. കാരണം ഡെസേർട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ? കേക്ക്സ് ഉണ്ട്, രസ്മലായി ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, ഇനി ചായ വേണ്ടവർക്ക് ചായ വരെ ഉണ്ട്. അങ്ങനെ ഡെസേർട്ടും കഴിച്ച് വയറ് ഫുള്ളായി ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പം വീട്ടിലേക്ക് വിട്ടാലോ എന്നുള്ള തോട്ട് വന്നു. ആ സമയത്ത് ഞാൻ അവിടെ DJ സ്റ്റാർട്ട് ചെയ്തത്. DJ എനിക്ക് കളിക്കണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടായി. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു. ബട്ട് ഞങ്ങൾ ഈ കുറേ യങ്സ്റ്റേഴ്സൊന്നും വന്നില്ല എന്ന് വെച്ച് DJ കളറാവാതിരിക്കില്ല. കാരണം അവരുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള കുറച്ച് അങ്കിൾസും ആൻറ്റീസും അത് അവിടെ വൈബാക്കി ചെയ്തിട്ടുണ്ട് ഈ DJ. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ ആ DJ എല്ലാം കുറച്ച് കണ്ട് കളിക്കാൻ പറ്റാത്ത സങ്കടമെല്ലാം ഞങ്ങൾ മനസ്സിൽ തന്നെ ഒതുക്കി വീട്ടിലേക്ക് എന്തായാലും പോകാനുള്ളതിൽ ഞങ്ങൾ സ്റ്റേയിലെല്ലാം പോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.